ഒരാളുടെ ഗ്രഹനിലയിൽ ചന്ദ്രന് അനുകൂലമല്ലാത്ത സ്ഥാനങ്ങളിൽ വരികയോ ചന്ദ്രന് ബലം കുറഞ്ഞ രാശികളിൽ വരികയോ ജനിക്കുന്നത് കറുത്തവാവിനോട് തൊട്ടടുത്ത് വരുന്ന ദിവസങ്ങളിലായിരിക്കുകയോ ഒക്കെ ചെയ്യുമ്പോഴാണ് മനസ്സിന്റെ പൂർണ്ണത നഷ്ടപ്പെടുന്ന അവസ്ഥയിലേക്ക് വരുന്നത്. മാനസിക സംഘർഷം ഉണ്ടാക്കുന്ന നക്ഷത്രം ഏതൊക്കെയാണ് സാർ? ഇതൊരു എന്താ പറയുക, വളരെ സെൻസിറ്റീവ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. സാറിനൊരു വളരെ നല്ലൊരു വിശദീകരണം കൊടുക്കാൻ പറ്റിയാൽ സന്തോഷം. നമസ്കാരം പ്രദീപേ. ഈ മാനസിക സംഘർഷം എന്ന് പറയുന്നത് പൂർണ്ണമായിട്ടും നക്ഷത്രങ്ങളെ മാത്രം ബേസ് ചെയ്ത് വരുന്നതല്ല. എങ്കിലും അതിന്റെ ഒരു കാൽഭാഗം നക്ഷത്രങ്ങൾക്ക് പങ്കില്ല എന്ന് നമ്മൾ പറയുന്നില്ല, അതിന് സാധ്യതയുണ്ട്. ഈ ഗ്രഹനിലയിൽ മനസ്സിനെ സ്വാധീനിക്കുന്ന ഗ്രഹം ചന്ദ്രനാണ്. ഒരാളിന്റെ മാനസികാവസ്ഥയെ നിയന്ത്രിക്കുന്ന പ്രധാനപ്പെട്ട ഗ്രഹം എന്ന് പറയുന്നത് ചന്ദ്രൻ ഏതവസ്ഥയിൽ നിൽക്കുന്നു എന്നുള്ളത് തന്നെയാണ് മുഖ്യമായിട്ടും. ചന്ദ്രൻ ഒരാളുടെ ഗ്രഹനിലയിൽ അനുകൂലമായ സ്ഥാനങ്ങളിൽ ചന്ദ്രഗ്രഹത്തിന് ഗുണകരമായിട്ടുള്ള അനുകൂല രാശികളിലാണെങ്കിൽ ആ ആളിന്റെ മാനസികാവസ്ഥ വളരെ നല്ലതും ഗുണകരവും എല്ലാം കൊണ്ടും പൂർണ്ണത തികഞ്ഞതുമായിരിക്കാം. ചന്ദ്രൻ ഒരാളുടെ ഗ്രഹനിലയിൽ ചന്ദ്രന് അനുകൂലമല്ലാത്ത സ്ഥാനങ്ങളിൽ വരികയോ ചന്ദ്രന് ബലം കുറഞ്ഞ രാശികളിൽ വരികയോ ജനിക്കുന്നത് കറുത്തവാവിനോട് തൊട്ടടുത്ത് വരുന്ന ദിവസങ്ങളിലായിരിക്കുകയോ ഒക്കെ ചെയ്യുമ്പോഴാണ് മനസ്സിന്റെ പൂർണ്ണത നഷ്ടപ്പെടുന്ന അവസ്ഥയിലേക്ക് വരുന്നത്. അപ്പോ മാനസികാവസ്ഥ വളരെ സങ്കീർണമാണ്. അതിൽ പ്രധാന പങ്ക് വഹിക്കുന്നത് ചന്ദ്രനാണ്. ജനന സമയത്തെ ചന്ദ്രന്റെ സ്ഥിതി ഒരാളിന്റെ മാനസികാവസ്ഥയും അടിസ്ഥാനപരമായ മനോബലം, മനോഗുണം, മനോനിയന്ത്രണം ഇവയെല്ലാം വളരെയധികം സ്വാധീനിക്കുന്നുണ്ട്. കൂടാതെ ഗ്രഹനിലയിൽ ബുദ്ധിയെ സ്വാധീനിക്കുന്ന ബുധന്റെ സ്ഥിതി എപ്രകാരമാണ്, ബുധൻ നിൽക്കുന്ന സ്ഥാനം, ബുധൻ നിൽക്കുന്ന രാശി, അതുകൂടാതെ ഒരാളുടെ ആകമാനമുള്ള ഭാഗ്യം, ഗുണാനുഭവങ്ങൾ ഇവയെല്ലാം നിയന്ത്രിക്കുന്ന വ്യാഴം, വ്യാഴത്തിന്റെ സ്ഥിതി, വ്യാഴരാശി, ഇങ്ങനെ കുറെ ഘടകങ്ങളുണ്ട്. പ്രധാനമായിട്ടും ചന്ദ്രൻ തന്നെയാണ് മുഖ്യ പങ്ക് വഹിക്കുന്നത്. കൂടാതെ ഓരോ നക്ഷത്രക്കാർക്കും അടിസ്ഥാനപരമായി ഒരു സ്വഭാവമുണ്ട്. ആ അടിസ്ഥാനപരമായ സ്വഭാവം പ്രത്യേകതകളായിട്ടാണ്. ഒന്ന് കൂടുതൽ നല്ലതോ മറ്റൊന്ന് നന്മ കുറഞ്ഞതോ ഗുണം കുറഞ്ഞതോ ആയിട്ട് അതിനെ താരതമ്യപ്പെടുത്താൻ പറ്റില്ല. ചില പ്രത്യേക സ്വഭാവ സവിശേഷതകൾ ഓരോ നക്ഷത്രക്കാർക്കുമുണ്ട്. അതിനനുസരിച്ച് ആ പ്രത്യേകതകൾ ആ ആളിന്റെ മാനസികാവസ്ഥയിൽ കുറച്ചൊക്കെ പ്രകടമാകും. എന്നാൽ ചന്ദ്രൻ ജനന സമയത്ത് ചുരുക്കത്തിൽ നല്ല സ്ഥാനത്ത് നല്ല രാശിയിൽ നിന്ന് കഴിഞ്ഞാൽ മാനസിക സംഘർഷം ഒട്ടും ഉണ്ടാവുകയില്ല. മാനസിക സംഘർഷം ഉണ്ടാകുന്നതിന് കാരണമായ സന്ദർഭങ്ങൾ ജീവിതത്തിൽ ഇടവിട്ട് ഉണ്ടായെന്ന് വരാം. തീർച്ചയായിട്ടും സിറ്റുവേഷൻ അഥവാ സാഹചര്യമാണ് ഇതിന് ട്രിഗർ ആകുന്നത്, തുടക്കം കുറിക്കുന്നത്. പക്ഷേ അടിസ്ഥാനപരമായി മനോനിയന്ത്രണവും മനോബലവും മാനസികമായ തലത്തിൽ നല്ല അവബോധവുമുള്ള ഒരു വ്യക്തിക്ക് എത്ര പ്രതികൂലമായ സാഹചര്യങ്ങളെയും നിയന്ത്രിച്ച് തരണം ചെയ്യാനുള്ള കഴിവ് ഉണ്ടായിരിക്കും. എന്നാൽ മനോബലം കുറഞ്ഞ ഉത്കണ്ഠാകുലമായ സ്വഭാവമുള്ള വ്യക്തികൾക്ക് പ്രതികൂല സാഹചര്യം വരുമ്പോൾ നിയന്ത്രണം വിട്ടുപോകുന്നു. ഇതാണ് അതിന്റെ ചുരുക്കത്തിലുള്ള ഉത്തരം. ഓക്കെ സാർ, ഈ ദശാകാലങ്ങൾ ചേഞ്ച് ആവുമ്പോൾ ചില നക്ഷത്രക്കാൾ വളരെ പ്രൊവോക്ക് ആവുന്നുണ്ട്. അപ്പൊ അതുകൊണ്ടാണ് പലരും ചോദിക്കുന്നത്, ഈ നക്ഷത്രത്തിൽ ജനിച്ച ആൾ വളരെ ശാന്തനും സന്തോഷവാനും ആയി പൊക്കിക്കൊണ്ടിരിക്കുന്നു, അദ്ദേഹത്തിന്റെ ജീവിത രീതി നന്നായിട്ട് മുന്നോട്ട് പോകുന്നു, പക്ഷെ വളരെ പെട്ടെന്ന് അദ്ദേഹത്തിന്റെ ക്യാരക്ടർ ചേഞ്ച്, സാറ് പറഞ്ഞ പോലെ ക്യാരക്ടർ ചേഞ്ചസോ അല്ലെങ്കിൽ സ്വഭാവത്തിന്റെ വളരെ പെട്ടെന്ന് പ്രൊവോക്ക് ആവുന്നുണ്ട്, ദേഷ്യം വരുന്നു. അതല്ല ഈ ദശാകാലത്തിന്റെ ചേഞ്ചസ് ആണോ, അല്ലെങ്കിൽ ദശാകാലങ്ങളിൽ അപഹാരം വരുന്ന സമയത്തുള്ള ഏതെങ്കിലും ചേഞ്ചസ് ആണോ? സാർ ഒന്ന് വിശദീകരിക്കാൻ പറ്റും?
പ്രദീപെ, അത് ആ, ചില പ്രത്യേക ദശാകാലങ്ങൾ, അപഹാരങ്ങൾ, ആ. ഇങ്ങനെയുള്ള സമയത്ത് വളരെ ജീവിത അവസ്ഥകളിൽ അസ്വസ്ഥത സൃഷ്ടിക്കപ്പെടാം. ഇപ്പോ ആ, രാഹു ദശയിൽ രാഹുവിന്റെ സ്വാപഹാര കാലം, രാഹു ദശയിൽ ചൊവ്വയുടെ അപഹാരം, രാഹു ദശയിലെ കേതുവിന്റെ അപഹാരം, അതുപോലെ ശനിദശയിൽ സ്വാപഹാര കാലഘട്ടം, ശനിദശയിലെ രാഹു അപഹാരം, ശനിദശയിൽ കേതു അപഹാരം, ആദിത്യന്റെ അപഹാരം, പിന്നെ ചൊവ്വാദശയിലെ രാഹു കേതുക്കളുടെ അപഹാര കാലങ്ങള്, കേതു ദശയിലുള്ള സ്വാപഹാരം, കേതു ദശയിലെ രാഹു അപഹാരം, ഇങ്ങനെ ചില പ്രത്യേക ദശകളിലെ ചില അപഹാരങ്ങൾ വരുമ്പോൾ മാനസികമായിട്ടും അല്ലാതെയുമൊക്കെ വളരെ പ്രതികൂലമായ ഒരു പശ്ചാത്തലം അഥവാ അന്തരീക്ഷം സംജാതമാകാൻ സാധ്യതയുണ്ട്. ആ സന്ദർഭങ്ങളിൽ എത്ര മനോനിയന്ത്രണവും ആത്മബലവുമുള്ള വ്യക്തിയാണെങ്കിൽ പോലും ചില ജീവിത സാഹചര്യങ്ങളിൽ വളരെ അസ്വസ്ഥനായേക്കാം, വളരെ ക്ലേശങ്ങൾ മാനസികാവസ്ഥയിൽ അനുഭവപ്പെടാം, അതിനനുസരിച്ചുള്ള പ്രതികരണങ്ങൾ ഉണ്ടാവുകയും ചെയ്യാം. അത് ചില പ്രത്യേക ദശാപഹാരങ്ങളിൽ ഉണ്ടാകാറുണ്ട് എന്നുള്ളത് സത്യമാണ്. സന്തോഷം സാർ, അങ്ങനെ ഒരു വളരെ ഡീറ്റെയിൽഡ് ഇൻഫർമേഷൻ കിട്ടിയത് വളരെ സന്തോഷം. നന്ദി, നമസ്കാരം.